പേര് ഉപന്യ. ഞാനിവിടെ ഒരു ബിസിനസ് കൺസൾട്ടിങ് ഫേമിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 2 ഡോഗ്സ് ഉണ്ട്, 2 ബ്രീഡാണ്. ഒന്ന് ബീഗിൾ, ഒന്ന് ഷിറ്റ്സു ആണ്. ബീഗിളിനെ വിളിക്കുന്ന പേര് ലാല എന്നാണ്, മറ്റേ ആളുടെ പേര് ലല്ലു. എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു 10 ഇയേഴ്സോളം ഒരു ലാബ് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് വന്നതിന് ശേഷം പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 2 ഇയേഴ്സിന് മുന്നാണ് ഞാൻ ആദ്യം ബീഗിളിനെ വാങ്ങുന്നത്. സോ ഞാൻ വർക്കിന് പോകുമ്പോൾ ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ആൾ ആ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഷിറ്റ്സുവിനെ വാങ്ങുന്നത്. ഷിറ്റ്സുവിനെ വാങ്ങുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ആളെ അഡോപ്റ്റ് ചെയ്തതാണ്. സോ 2 പേരുള്ളപ്പോൾ 2 പേർക്കും ഒരു കൂട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 2 ഡോഗ്സിനെ വാങ്ങിയത്. ലാബിനെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. വീട് വേണം, ഇൻഡിപെൻഡൻറ്റ് വീട് വേണം. അവർക്ക് ആ ഫ്രീഡം വേണം, ഓടി നടക്കാനായിട്ടുള്ളൊരു കോമ്പൗണ്ടും കാര്യങ്ങളും വേണം. പക്ഷേ ബീഗിളാകുമ്പോൾ നമുക്ക് മാനേജബിൾ ആണ്. ചെറിയ ബ്രീഡല്ലേ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴോ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ തന്നെ വിളിച്ച് കൊണ്ടുപോകാനും തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ബ്രീഡ്സ് ആകുമ്പോൾ നമുക്ക് മാനേജബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ബീഗിളിനെ വാങ്ങിയത്. പിന്നെ വലിയ ബ്രീഡ്സ് ആകുമ്പോൾ ഞാൻ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അത് ചിലപ്പം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ചെറിയ ബ്രീഡ്സ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല, വലിയ ബഹളമില്ല, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബ്രീഡിനെ ഓപ്റ്റ് ചെയ്തത്. സോ ആൾ ഭയങ്കര ഹൈപ്പറാണ്. അത് ഈ ബീഗിൾ ബ്രീഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഭയങ്കര ഹൈപ്പറാണ്. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു മനുഷ്യക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്താണ് അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളത് കമാൻഡ് ചെയ്യുന്നത് പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം അത് കറക്റ്റായിട്ട് ചെയ്യും. മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം, അതാണ് മെയിൻ കാര്യം. ഇവരെ നല്ല പോലെ 2 ബ്രീഡ്സ് ആണെങ്കിലും അവർ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് ഭയങ്കര കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ബ്രീഡാണ്. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര പൊസസീവാണ്. കാര്യം എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ പക്ഷേ 2 പേരും ഒരുമിച്ചിരിക്കുമ്പോൾ 2 പേർക്കും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, കളിക്കലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഒരു വഴക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഷിറ്റ്സു അത് ജനറലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യക്കുട്ടീനെ എങ്ങനെ നോക്കണോ അതുപോലെ തന്നെ കെയർ ചെയ്ത്, ഇപ്പോൾ അവർ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു കൊച്ചുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കും അതുപോലെ നോക്കണം. അവർക്ക് ഭയങ്കര കെയറിങ് വേണ്ട, നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീട്ടിൽ തന്നെ എവിടെ പോയാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരും. പിന്നെ ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമമാണ്, അപ്പോൾ തുടങ്ങും നിന്ന് ബഹളം വയ്ക്കാൻ. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് നടക്കണം. അതായത് ഒരു കുട്ടിയെ നോക്കുന്ന പോലെ അവളെ ഇങ്ങനെ നമ്മൾ നോക്കണം. ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റ് കയറുമ്പോഴേ അവർക്ക് അറിയാം, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് തുടങ്ങും. ഇവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കുന്ന വരെ അവർക്ക് ആ പേഷ്യൻസ് ഇല്ല. വന്ന് തുടങ്ങുമ്പോഴേക്കും എൻ്റെ മേലും അങ്ങ് കയറി ഭയങ്കര നമ്മളെന്താണ് ലേറ്റ് ആയെന്നുള്ള അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അവരെ ഒന്ന് പാമ്പർ ചെയ്ത് അവരെ ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. അവർക്ക് ഞാൻ ഡോഗ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ആക്ച്വലി ചോറ് കൊടുക്കാറുണ്ട്, റൈസ് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് ഈ ഷെഡിങ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് റൈസ് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇപ്പോൾ ഡ്രൈ ഫുഡ് കൊടുക്കും, ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ മോർണിംഗ് റുട്ടീൻ പോലെ ബോയിൽഡ് എഗ്ഗ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗ്രേവി ഫുഡ് കൊടുക്കും. അങ്ങനെയുള്ള പിന്നെ വെജിറ്റബിൾസ് അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ പംകിൻ ഇഷ്ടമാണ്, അത് ബോയിൽ ചെയ്ത് കൊടുക്കും. അതുപോലെ ചന ബോയിൽ ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമാണ്. അങ്ങനത്തെ കുറേ വെറൈറ്റി, അങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ അത് ഞാനിങ്ങനെ കൊടുക്കും. ഷിറ്റ്സ് ഭയങ്കര സെലക്റ്റീവാണ്, ഭയങ്കര ചൂസിയാണ്. അങ്ങനെ എല്ലാം ഒന്നും കഴിക്കില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബീഗിൾ അങ്ങനെയല്ല, എന്ത് കൊടുത്താലും കഴിക്കും. ഞാനിപ്പോൾ ചോറിലൊരു മോരുകറി കൂട്ടി കൊടുത്താൽ പോലും അവൾ കഴിക്കും, അവൾക്കാണ്. പക്ഷേ ഷിറ്റ്സും അങ്ങനെയല്ല, ആൾ ഭയങ്കര ചൂസിയാണ്, അവൾക്ക് ഇഷ്ടമുള്ള. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഫുഡിങ് ഒരു ഹാബിറ്റൊന്നുമില്ല, ആൾക്ക് വേണ്ടത് മാത്രം. പക്ഷെ ആൾക്ക് മറ്റേ ബീഗിൾ അങ്ങനെയല്ല, എത്ര കൊടുത്താലും കഴിക്കും. ആൾക്ക് അങ്ങനെ ഒരു കൺട്രോളൊന്നുമില്ല. ഷിറ്റ്സ് ഭയങ്കര സൈലൻ്റ് ആണ്, കുറച്ചുകൂടി മെച്യൂർഡാണ്. പക്ഷെ ബീഗിൾ അങ്ങനെയല്ല, ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോഴും എത്ര ഏജ് വന്നാലും ഇങ്ങനെ കുട്ടികളെ പോലെ ഇങ്ങനെ ഭയങ്കര കുറുമ്പാണ്. നമ്മളൊരു കാര്യം ചെയ്യരുത് പറഞ്ഞാൽ അത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം തെറ്റാണെന്ന്. പക്ഷെ അത് ഇപ്പോൾ നമ്മളൊരു കാര്യം അത് ചെയ്യരുത് പറഞ്ഞാൽ അപ്പോൾ അവർ ഓക്കെയാണ്. നെക്സ്റ്റ് ടൈം അവർ ചെയ്താൽ നമ്മൾ
അതിനുള്ളവർ അടിക്കും അല്ലെങ്കിൽ വഴക്ക് കേൾക്കും എന്നറിയാം. അത് അറിയുമ്പോഴത്തേനും അവരെവിടെയെങ്കിലും പോയിരിക്കും ആ കുറുമ്പ് കാണിച്ച്. അപ്പോൾ അതിനൊക്കെയുള്ള ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ബീഗളിനറിയാം. പക്ഷേ ഷിറ്റ്സും അങ്ങനെയൊന്നുമില്ല. ആൾ ഭയങ്കര സൈലൻ്റ് ആണ്, ഇങ്ങനെ ഇരുന്നോളും. ഏത് നേരം ഞാനിങ്ങനെ പാമ്പർ ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഞാൻ തന്നെ സ്റ്റേ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും ഒരു റിലീഫാണ് 2 പെറ്റ്സ് ഉള്ളത്. നമ്മൾ ടൈം പോകുന്ന അറിയില്ല. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ ടൈം പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ നമുക്ക് ഒന്നും വേറെ ചിന്തിക്കാനുള്ള ടൈമില്ല. ഇവരുടെ കാര്യങ്ങൾ നോക്കി ഇവരുടെ ഫുഡ് കൊടുക്കുക, ഇവർക്ക് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ അങ്ങ് സമയം അങ്ങ് പോവും. എപ്പോഴും നമുക്ക് പെറ്റ്സ് ഉള്ളത് ഒരു വലിയ റിലീഫാണ്. നമുക്ക് അവരോടൊരു ഇമോഷണൽ ആ കണക്ഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമ്മളതൊരു പെറ്റ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ സ്വന്തം കുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ നോക്കി കാണുള്ളൂ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അവരെ വളർത്തുകയാണ്. അപ്പോൾ അത് മാക്സിമം ഞാൻ അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്താന്നുള്ളതുള്ളൂ. അങ്ങനെ വേറെ ഇനിയിപ്പോൾ മേറ്റ് ചെയ്യിച്ച് വേറെ കൊച്ചുങ്ങൾ അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാര്യം എനിക്കിഷ്ടമാണ്. എനിക്ക് എത്രയും ഡോഗ്സ് ഉണ്ടോ അത്രയും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്കൊരു വീട് നിറയെ ഡോഗ്സ് വേണം. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി വേണം. നമുക്ക് ഇവിടെ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. മിക്ക ഫ്ലാറ്റ്സിലും പെറ്റ്സ് അലൗഡ് അല്ല ഇവിടെ. സോ അങ്ങനെ ഞാനിപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇവിടെ തന്നെ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത്. സോ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഒരുപാട് ഡോഗ്സിനെ മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പുറത്ത് കൊണ്ടുപോകാറില്ല. മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നപ്പോൾ വേറെ ചുമ്മാ ഈവനിങ്ങിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഇങ്ങനൊരു കുറേ അസുഖങ്ങളൊക്കെ നമ്മളിങ്ങനെ നടത്താൻ കൊണ്ടുപോകുമ്പോഴൊക്കെ പ്രശ്നം. ഈ പേർവോ വൈറസൊക്കെ ഭയങ്കര സ്പ്രെഡുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാക്കിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, സ്ട്രേ ഡോഗ്സ് ഒക്കെ ഉള്ളതല്ലേ. സോ അങ്ങനെ ഞാൻ റിസ്ക് എടുക്കാറില്ല. ഇവിടെ തന്നെ അങ്ങനെ പോകും എന്നുള്ളതല്ലേ അത്. പിന്നെ അവരെ ഞാൻ അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഹൈപ്പറായിരിക്കും പുറത്തിങ്ങനെ ആളുകളെ കാണുമ്പോൾ. അതുപോലെ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരും, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവരുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് അവർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുള്ളത് ഭയങ്കര റിലീഫാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചും അങ്ങനെയാണ്. എസ്പെഷ്യലി ഷിറ്റ്സുവിന് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എൻ്റെ അടുത്ത്. ബീഗിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാല എല്ലാവരുമായിട്ടും ജെല്ലായി പോവും, എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എന്നോടൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. അത് പിന്നെ ഞാൻ നോക്കുന്നത് കൊണ്ട് ആ ഒരു സ്പെഷ്യൽ നമ്മളാണല്ലോ കൂടുതലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. അയാൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര എന്തെങ്കിലും ഇപ്പോൾ ഒരു വയ്യായ വന്നു കഴിഞ്ഞാൽ ഞാൻ ആളെപ്പോഴും ഇങ്ങനെ എടുത്തിരിക്കണം. ഇങ്ങനെ കുട്ടികളെ പോലെ തന്നെ നമ്മളങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഭയങ്കരമായിട്ട്. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്കും ഞാൻ വല്ലാതെ ടെൻസ്ഡായി പോകും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ ഇത്രയും അറ്റാച്ച്ഡ് ആവരുത്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാറില്ല. എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരൊക്കെ തന്നെയാണ്. ഇവരുടെ കാര്യങ്ങൾ നോക്കുക, ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിൽ ഞാനൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ചെയ്യില്ല. ഞാനായിട്ട് തന്നെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഇവരുള്ളിടത്തോളം കാലം ഞാൻ അവരെ എൻ്റെ മക്കളെ പോലെ തന്നെ നോക്കും.